രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ? രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നോ കോംപ്രമൈസ് എന്നാ പറഞ്ഞേക്കണത്. ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം, മനസ്സിലായി? അപ്പൊ കേരളത്തിൽ അത് തന്നെയാണ്, നോ കോംപ്രമൈസ്. കേരളത്തിൽ ക്രൈസ്തവര് ഇവിടേക്ക് ആളുകൾക്ക് അറിയാൻ, ഞാൻ 25 വർഷമായില്ലേ ഇവിടെ അവരെ പ്രതിനിധി. കേരളത്തിൽ ക്രൈസ്തവര് മുസ്ലിം വിഭാഗത്തെ ഭയന്ന് കഴിയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു മുസ്ലിം, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ്. അതിനോട് നമുക്ക് എതിർപ്പുള്ളൂ. വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം? വ്യക്തിപരമായി അത് എന്തൊക്കെ എന്നെക്കുറിച്ച് ഇവിടെ വന്ന് പറയുന്നു, വ്യക്തിപരമായിട്ടൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളെക്കുറിച്ചും പറയിട്ടില്ല, ഇന്നേവരെ പറഞ്ഞിട്ടില്ല, അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മൂളാൻ പറ്റും, ലെസ് മൂളാം, അത് പറഞ്ഞാൽ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും. അതിന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ? അച്ഛന് പ്രായമുണ്ടെന്ന് ഓർത്ത് മക്കൾ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അച്ഛൻ അത് തെറ്റാണെന്ന് പറയില്ലേ? അതുപോലെ പ്രായമുണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും. ഞാൻ അന്നും പറഞ്ഞത് എന്താ? അന്ന് എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഒരു വാക്കും മോശമായിട്ട് പറയില്ല. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനവും എന്നോട് നമുക്ക് ബഹുമാനമുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ. ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നെക്കുറിച്ച് പറയുന്നതൊക്കെ. അദ്ദേഹം എൻഡോസ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുകുമാരൻ നായർ എടുത്തിട്ടുള്ളത്. വർഗീയത ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എൻ്റർടൈൻ ചെയ്തിട്ടില്ല. വർഗീയത പറയാറില്ല, വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. നിങ്ങൾ ഈ കയ്യിലേക്ക് കയറി 42 കൊല്ല പിണറായി വിജയൻ പോയി ആ അമീറിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല, ഞാൻ പറഞ്ഞൊക്കെ മറുപടി കേൾക്കുക. ചോദിച്ചാനല്ലേ അങ്ങ് ചോദിച്ചാനല്ലേ ഞാൻ മറുപടി പറയാം. എൻ്റെ ഇടയിൽ കയറണം എന്തിനാ? ഇല്ലെങ്കിൽ ചോദിച്ചോ, മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അത് ചോദിച്ചല്ലോ, അത് പിന്നെ മറുപടി പറയണതിൻ്റെ ഇടയിൽ വീണ്ടും കയറി ചോദിക്കണം എന്തിനാ? അല്ലല്ല പറയട്ടെ, ഇനി ഇടയിൽ കയറരുത്. കൈരളിക്കാരൻ ഇത് അസ്വസ്ഥരാവണെന്തിനാ? 42 കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ആ ഹിറ സെൻ്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചതാണ്. തലേ ദിവസം ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം, ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ടല്ല, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്ന് ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ, അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത്? എൻ്റെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ജമാഅത്ത് ഇസ്ലാം നിർത്ത്. ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പറയാം. കേൾക്ക്, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി. എന്താണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് പരമേശ്വരൻ, പി പരമേശ്വരൻ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ തൃശ്ശൂർ പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത പുസ്തകം അതാരാന്നറിയാം? VS അച്യുതാനന്ദൻ. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം ഈ ചോദിക്കുന്നതിന് നാണമുണ്ട്. VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു. അന്ന് എൻ്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ MB വീരേന്ദ്രകുമാറാണ്. ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ 3 മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവർ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല, ഞാനൊരു ആളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു വിവേകാനന്ദനെ കുറിച്ച് പറയാൻ. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു, ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ അന്വേഷിച്ചു ഭാരതീയ വിചാരം. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനേക്കാൾ വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ. അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടി പങ്കെടുത്തായി പ്രചരിപ്പിച്ചോ. ഇതാണ് യാഥാർത്ഥ്യം. ഉണ്ടായിരിക്കും.